ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. സ്നാക്സ് എന്ന് മാത്രമല്ല കേട്ടോ, ഈവൻ ഡിന്നർ ആയിട്ട് പോലും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു തീർത്തോണേ. അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ രാവിലെ തയ്യാറാക്കി ബാക്കി വന്ന ഇഡ്ഡലികളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി നമുക്ക് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാമേ. ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. വൈകുന്നേരം നമ്മുടെ മക്കളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, സ്നാക്സ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കറിയാമല്ലോ, രാവിലെ ഇഡലി വൈകുന്നേരം ഇഡലി ആകുമ്പോൾ എല്ലാവരും എന്തായാലും വെറുത്തു പോകും അല്ലേ. അപ്പൊ ഇതേപോലെ ഒന്ന് മാറ്റി തയ്യാറാക്കി നോക്കിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. അപ്പൊ നമ്മുടെ ഇഡലി എല്ലാം ദാ ഇതേപോലെ ക്യൂബാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ദാ 3 മുട്ട ഇതേപോലെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഇഡലിയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണേ. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിത് എന്ത് ചെയ്യാം, നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിനെ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ, ആ ഇഡ്ഡലി ഓരോ ക്യൂബ്സ് ആയിട്ട് നമ്മുടെ മുട്ടയിലോട്ടിട്ട് നല്ലോണം ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്ത് കൊടുക്കാമേ. മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടിക്കിനെ. എന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലോണം എല്ലാ ഇഡ്ഡലിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്താണ്, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത് ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് എന്താണ്, വൈകുന്നേരം ഒരു ചായക്കടിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ റിച്ച് ലെവലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒരു പ്രൊസീജിയേഴ്സും കൂടെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിന്നർ ആയിട്ട് പോലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആവുമേ. പിന്നെ എന്താണ്, ഇനി മുൻപോട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല സ്നാക്സ് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ ഇഡലി എല്ലാം ഞാൻ ദാ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിപ്പില്ലേ. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, ചായയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡിന്നർ റെസിപ്പി ആയിട്ട് നമുക്കിത് കുറച്ചുകൂടെ നല്ലൊരു എന്താണ്, കുറച്ചുകൂടെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം ആ സമയം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ റെസിപ്പിക്ക് കുറച്ചുകൂടെ നല്ല മണം കിട്ടും കേട്ടോ. നല്ല മണവും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഉഴുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കടിക്കാനായി കിട്ടുക. അതിലേക്ക് ഞാൻ ദാ ഇവിടെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ സവാള ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മൾ സവാള എന്താ ചെറുതായിട്ടൊന്ന് വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ദാ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് എല്ലാ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ മുട്ടയിൽ കുറച്ച് ഉപ്പിട്ടിരുന്നു. അതുകൂടാതെ നമ്മുടെ ഇഡലിയിൽ ഉപ്പുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉപ്പ് കണക്കാക്കി, എല്ലാത്തിലും കണക്കാക്കി കുറേശ്ശെ ഉപ്പിട്ടാൽ മാത്രം മതിയേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുക്കാമേ. എല്ലാം കൂടെ ഇട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കേട്ടോ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതുകൂടാതെ തന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്, ഇത്രയും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മളെ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ സോസൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി അല്ലേ. അപ്പൊ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആഡ് ചെയ്തോണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നല്ലോണം ചൂടാക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ഇഡ്ഡലി ക്യൂബ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതിലോട്ട് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലാം കൂടെ എന്താണ്, നമ്മുടെ കറിയും എന്താണ് ഇഡലിയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ അതാ നമ്മുടെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാമേ.
അതിനുശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്നാക്സ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കാണുന്നത് പോലെ തന്നെ അത്രയും ടേസ്റ്റും ആണ് കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് എന്ത് ചെയ്യാ, മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.